അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കി. പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിച്ചു. ആ കാര്യം അറിയാം. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെ വ്യക്തിഹത്യ ചെയ്യില്ല. എന്നെ വ്യക്തിഹത്യ ചെയ്താൽ അവരെ ജനങ്ങളിലൂടെ അവർക്ക് കിട്ടിക്കൊള്ളു. ഇതാണ് എനിക്ക് പറയാൻ. എന്നാലും നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും പോയിന്റ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ അറിയില്ല, അതൊന്നും അറിയില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ, ഒരാളുടെ സ്ഥാനാർത്ഥിയുടെ സ്വന്തമാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആ പ്രശ്നം എൻ്റെ ഒന്നും ഇരിക്കുന്നില്ല. എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. പിന്തുണ തന്നാൽ എന്ന പ്രശ്നം ഒതുക്കുന്നില്ലല്ലോ. പിന്തുണ തന്ന് എനിക്ക് അതൊന്നും തന്നില്ല. ഞങ്ങളുടെ എഗ്രിമെന്റ് ഒന്നും വെച്ചില്ല. വിജയിക്കുമെന്ന് പ്രതീക്ഷയിലല്ലേ മത്സരിക്കുന്നത്, അത്രയല്ലേ പറയാൻ പറ്റും. വീണ്ടും ചോദിക്കുന്നത്, അതായത് സാറിന് പുറത്തുനിന്ന് ഒരു പിന്തുണ വരികയാണെങ്കിൽ സാർ അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ പറയുന്നില്ല. പിന്തുണയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഇപ്പൊ യുഡിഎഫിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ യുഡിഎഫ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. നേരത്തെ ചർച്ചകൾ നടന്നപ്പോൾ എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. അത് യുഡിഎഫിന് വേണ്ടി ഞാൻ വെച്ചിട്ടില്ല. അമ്പലപ്പുഴ മത്സരിക്കുമ്പോൾ പാർട്ടിക്കെതിരെ കൂടിയാണല്ലോ മത്സരം. പാർട്ടിക്കെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. പാർട്ടി ചിഹ്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ. ഈ സോഷ്യൽ മീഡിയ വഴി ജയിക്കട്ടെ. സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നു അങ്ങയുടെ പഴയ ഒരു വീഡിയോ സംഭാഷണം. അതായത് ഒരാൾക്ക് VS-ന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞൊരു പഴയ സംഭാഷണം, എല്ലാവർക്കും എല്ലാ കാലത്തും സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്ന ഒരാൾ വീണ്ടും ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധികാരത്തോടുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അതാണ് ചോദ്യം. അതെ, ബാക്കിയുള്ളവരുടെ സന്യസിക്കാരാണ് മത്സരിക്കുന്നത്, അധികാരത്തിലല്ലേ. എല്ലാവരും സന്യസിക്കാൻ വേണ്ടി മത്സരിക്കാൻ. എന്നെ MLA ആക്കിയാൽ ഞാൻ കാശി പോകണമെന്ന് പറഞ്ഞാൽ മത്സരിക്കും. നിങ്ങൾ VS അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനെന്തോ പറഞ്ഞെന്നല്ലേ നിങ്ങൾ? ഞാൻ ആ വീഡിയോ കണ്ടില്ല. കാണാത്ത വീഡിയോ ഞാനങ്ങനെ എത്ര വീഡിയോ ആയിക്കൂടെ? ഇല്ലേ ഇപ്പോൾ ഈ പഴയതൊക്കെ എന്തിനാ പൊക്കി എടുക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നേരെ ചോദിച്ചപ്പോൾ അത് നേരെ ചോദിച്ചപ്പോൾ ഞാൻ മത്സരിക്കുന്നതിന് പേടിക്കേണ്ട കാര്യം. ഞാൻ കേട്ടോ വേറെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോകില്ല. ഈ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോകില്ല. ഞാൻ ഇലക്ഷൻ കൺവെൻഷൻ നടത്തുന്നില്ല, പഞ്ചായത്ത് കൺവെൻഷൻ എല്ലാം ഒന്നുമില്ല. ചുവര് പോലും ഞാൻ ആരെ കൊണ്ട് എഴുതിക്കുന്നില്ല. കാരണം എൻ്റെ നയത്തിൻ്റെ വിരുദ്ധങ്ങൾ ചുവര് എഴുതാൻ പറ്റത്തില്ല. അതിന് നിയമസഭയെ വിജയിപ്പിക്കാൻ എഴുതുകയാണെങ്കിൽ കേസ് അതിനില്ല. ഇങ്ങനെയുള്ള മത്സരിക്കാൻ ഇവരാരും സപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് എഴുതി തന്നിട്ടില്ല. അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ സാറ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഞാൻ ഇതുവരെ മത്സരിച്ച എന്താ ആശയമായിരുന്നു അത് തന്നെ. ഞാൻ എങ്ങനെ മത്സരിച്ചു അങ്ങനെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റി ഞാൻ സംസാരിക്കാം. എല്ലാ പാർട്ടിയിലും ഉണ്ട്, അത് വളരാൻ പാടില്ല. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. അറിയില്ല. സർക്കാരിനെതിരെയുള്ള ഒരു സർക്കാരിനെതിരെ ഞാനൊന്നും പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അതെ, ഞാന് ഒന്ന് അഴിമതിക്കെതിരെ, എല്ലാത്തൊരു അഴിമതിക്കെതിരെ എന്റെ പ്രധാന ക്യാമ്പയിൻ ആണ്. അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല.
പാർട്ടി ചേർത്ത് കൊടിയേരി ബാലകൃഷ്ണൻ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു. ഇല്ല, കൊടിയേരി ബാലകൃഷ്ണൻ എല്ലാത്തിൻ്റെയും അവസാനം ഒറ്റമുടിയാണ് എൻ്റെ അനുഭവത്തിലാണ്. അദ്ദേഹം ഒരു നല്ല സഹായമായിരുന്നു. അദ്ദേഹം അവിടെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എൻ്റെ പീഡിപ്പിക്ക് പഠിക്കാൻ MA പാസ്സായി പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് ബാക്കി ജവഹർലാൽ കോളേജിൽ അദ്ദേഹം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കോളേജ് യൂണിറ്റ് ഉൾക്കൊള്ളും ഞാൻ പോകുന്നത്. നമുക്കവിടെ കൂടുതലായിട്ട് കഴിയില്ല. കൊടിയേരി ബാലകൃഷ്ണൻ ഒന്നും ഇവിടെ പ്രശ്നമാണ്. മത്സരിക്കുന്നതിനുള്ള സന്നദ്ധ അറിയിച്ചു, താല്പര്യം അറിയിച്ചു, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും അറിയിച്ചു. എന്നിട്ടും സിദ്ധാരായിട്ടുണ്ടെങ്കിൽ സാറിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്. പാർട്ടി സീറ്റുണ്ടായിട്ട് ഞാൻ സ്വതന്ത്രം ഇത് ചോദ്യം. സംസ്ഥാന നേതൃത്വത്തെ അങ്ങ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും പ്രതികരണങ്ങൾ വരുമ്പോൾ ഈ വിഷയങ്ങൾ കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചു പോകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടില്ല. എല്ലാം ഞാനിവിടെ ഡീൽ ചെയ്യും, എല്ലാം പരിഹരിക്കും. എനിക്ക് പരിഹരിക്കാൻ അറിയാൻ പറ്റും. ഒരു പരാതി പോലും 63 ഇയേഴ്സിലുണ്ട് ഒരു പാർട്ടി കമ്മിറ്റിക്ക്, സ്റ്റേറ്റ് കമ്മിറ്റി